എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് ചിന്തകൾക്ക് അതുമായി ബന്ധപ്പെട്ട വസ്തുവിനോട് ബന്ധം സ്ഥാപിക്കുവാനും അതുവഴി മനുഷ്യനുണ്ടാകാവുന്ന എല്ലാ പ്രതികൂല അനുഭവങ്ങളെയും കീഴടക്കാനും വിശിഷ്ടമായ ശക്തി നൽകുന്നത് സ്നേഹം എന്നുകൂടി പേരുള്ള ആകർഷണ നിയമമാണ്. ഞാൻ തുടർന്ന് വായിക്കാം. എല്ലാ തത്വശാസ്ത്രങ്ങളിലും മതങ്ങളിലും ശാസ്ത്രങ്ങളിലും അന്തർലീനമായിട്ടുള്ള ശാശ്വതവും പ്രാഥമികവുമായിട്ടുള്ള തത്വമാണ് ഇത്. സ്നേഹത്തിൻ്റെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ചിന്തകൾക്ക് ഊർജം പകരുന്ന വികാരമാണത്. വികാരം എന്നത് മോഹമാണ്. മോഹം സ്നേഹമാണ്. സ്നേഹത്താൽ സമ്പുഷ്ടമാക്കിയ ചിന്ത അജയ്യമാണ്. ചാൾസ് ഹാനലിൻ്റെ വാക്കുകളാണിത്. മാർസി ഷിമോഫ് പറയുന്നത് ഇങ്ങനെയാണ്: സ്വന്തം ചിന്തകളെ മനസ്സിലാക്കാനും നിങ്ങളുടെ അധീനതയിലാക്കുവാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ അപ്പോൾ സ്വന്തം യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ സൃഷ്ടിക്കാനാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യവും ശക്തിയും. മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീനിൻ്റെ ഒരു വാക്യം മാർസി ഷിമോഫ് ഉദ്ധരിക്കുന്നുണ്ട്. ഒരു മനുഷ്യജീവിക്ക് സ്വയം ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ പ്രപഞ്ചം സൗഹാർദ്ദപരമാണോ? ആകർഷണ തത്വം മനസ്സിലാക്കിയാൽ ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം അതെ, ഈ പ്രപഞ്ചം തികച്ചും സൗഹാർദ്ദപരമാണ് എന്നായിരിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ ഈ രീതിയിൽ മറുപടി പറയുമ്പോൾ ആകർഷണ നിയമപ്രകാരം നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടാകണം. ആൽബർട്ട് ഐൻസ്റ്റീൻ രഹസ്യം അറിഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ശക്തമായ ഒരു ചോദ്യം ഉന്നയിച്ചത്. ഈ ചോദ്യം നമ്മളെ ചിന്തിക്കാനും എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനും നിർബന്ധിതരാക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം. ഈ ചോദ്യം ഉന്നയിക്കുന്നതിലൂടെ അദ്ദേഹം നമുക്ക് ഒരു അവസരം നൽകുകയായിരുന്നു. ഐൻസ്റ്റീനിൻ്റെ ഈ ഉദ്ദേശത്തെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഉറപ്പോടെ പ്രഖ്യാപിക്കാൻ കഴിയും: ഇത് വിശിഷ്ടമായ ഒരു പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചം എല്ലാ നന്മകളും എനിക്ക് തരുന്നു. പ്രപഞ്ചം എല്ലാ കാര്യത്തിലും എനിക്കായി ഉപജാപം നടത്തുന്നു. പ്രപഞ്ചം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് പിന്തുണ നൽകുന്നു. പ്രപഞ്ചം എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഉടൻ നിറവേറ്റിത്തരുന്നു. ഇത് ഒരു സൗഹാർദ്ദപരമായ പ്രപഞ്ചം തന്നെയാണ്. ജാക്ക് കാൻഫീൽഡ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ രഹസ്യം പഠിക്കുകയും അത് എൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിന് ശരിക്കും ഒരു മാസ്മരികത കൈവന്നു. എല്ലാവരും സ്വപ്നം കാണുന്ന തരത്തിലുള്ള ജീവിതമാണ് ഇപ്പോൾ ഞാൻ ദിവസേന ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. $4.5 ദശലക്ഷം വിലയുള്ള ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പ്രാണനെപ്പോലെ ഒരു ഭാര്യയുണ്ട്. ലോകത്തിലെ മനോഹരമായ സ്ഥലങ്ങളിലെല്ലാം ഞാൻ വിനോദയാത്ര നടത്തിയിട്ടുണ്ട്. ഞാൻ പർവ്വതങ്ങൾക്ക് മുകളിൽ കയറിയിട്ടുണ്ട്. സാഹസിക യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ വായന ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക് യു.